ഓക്കെ ഗായ്സ്, ഓക്കെ. അപ്പോൾ നമ്മളുടെ ജാക്ക് കണക്ക് എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഇല്ല. രാവിലെ തന്നെ എന്തായാലും എണീറ്റിട്ട് എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഇല്ല. നമ്മുടെ വീട്ടിലൊക്കെ ബോറടിച്ചിരിക്കുകയാണ് കേട്ടാ. ഇവിടെ ഇപ്പം എന്തോ ഗൈസ് ഭയങ്കര മടുപ്പ് ഗൈസ്. ഓക്കെ, നമ്മുടെ ടി വിയിലാണെങ്കിൽ സിഗ്നലും ഇല്ല. ഓക്കെ, സിഗ്നൽ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വൈസ് ഈ ടി വി ഓണാക്കിയിട്ടിരിക്കുന്നത്? നമുക്ക് ഈ ടി വി അങ്ങ് ഓഫാക്കി കളയാം. ഓക്കെ, വെറുതെ നമ്മുടെ കറണ്ട് ബില്ല് കൂട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മുടെ ജെയിംസായിട്ട് ഇട്ടിട്ട് പോയെന്ന് തോന്നട്ടെ. ഓക്കെ, പുള്ളിക്കാരനാണെങ്കിൽ ഇപ്പോൾ ഉറങ്ങാൻ പോയി. ഭയങ്കര ക്ഷീണമെന്ന് പറയണത്. ഓക്കെ, രാത്രി ഉറങ്ങിയെന്നൊക്കെ പറയണേ നമ്മുടെ ജെയിംസായിട്ടൊക്കെ. പുള്ളി ഉറങ്ങിക്കോട്ടെ. ഓക്കെ, നമുക്കെന്നാൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമല്ലേ. ഇവിടെ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. ഓക്കെ, എനിക്കിവിടെ ഇപ്പം എന്തല്ലേ ഒരു കോളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതാരാണത്? നമുക്ക് എന്തല്ലേ ഫോൺ എടുത്ത് നോക്കും. ഓക്കെ, ആഹാ, ഇത് നമ്മുടെ മറ്റവനല്ലേ? ഏത് നമ്മുടെ ഫ്രാങ്ക്ലിനാണ് വിളിക്കണത് വെച്ചാൽ കേട്ടോ. ഓക്കെ, നമുക്ക് ഫോൺ എടുത്ത് നോക്കാം. ആടാ ഫ്രാങ്ക്ലിൻ, എന്താ ഫ്രാങ്ക്ലിനെ വിളിച്ചത്? എടാ ജാക്കിയെ, സുഖം തന്നെയാണോ നിനക്ക്? ആടാ ഫ്രാങ്ക്ലിനെ, എനിക്ക് സുഖം തന്നെടാ. നീ ഇപ്പൊ സുഖം ചോദിക്കാൻ വിളിക്കണ? അല്ലടാ, ഞാനാണ് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനായിട്ട് വിളിക്കണേടാ കേട്ടാ. എന്താണ് സംഭവിച്ചല്ലേ, നീയാണെങ്കിൽ എനിക്കാണെങ്കിൽ ഒരു ടാസ്കുകളൊക്കെ കംപ്ലീറ്റിങ്ങൊക്കെ ചെയ്ത് തരണമെങ്കിൽ ഞാനാണെങ്കിൽ നിനക്ക് ഒരു അടിപൊളി സാധനം ഗിഫ്റ്റ് ആയിട്ട് തരും. എന്തോന്ന് സാധനം? അതൊക്കെ പറയാമടാ. നിനക്കാണെങ്കിൽ ഹൾക്കിന്റെ സ്യൂട്ട് വേണം, ഹൾക്കിന്റെ സ്യൂട്ട്. ആടാ 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 ഫ്രാങ്ക്ലിനെ, എനിക്ക് ഹൾക്കിന്റെ സ്യൂട്ട് വേണോടാ. ഞാൻ എത്ര നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന സാധനം എന്ന് പറയുമ്പോ ഹൾക്കിന്റെ സ്യൂട്ട്. ആടാ ജാക്കിയെ, നിനക്കപ്പോ ഹൾക്കിന്റെ സ്യൂട്ടുകളൊക്കെ വേണമെങ്കിലല്ലേ, നിന്റെ സിറ്റിയിലാണെങ്കിൽ എനിക്ക് ശത്രുതയുള്ള കുറച്ച് ഗ്യാങ്ങുകളൊക്കെ എന്നാലും ഉണ്ട് കേട്ടോ. ഓക്കെ, നീ അവന്മാരെ അങ്ങ് തീർത്തോളാം കേട്ടാ. അല്ല, ഉമ്മാരെ സ്ഥലം എവിടെയാണ്? നിന്റെ സിറ്റിയിലാണെങ്കിൽ പിന്നെ ഒരു ഹോണ്ടഡ് ഹൗസ് ഉണ്ടല്ലോ. ഓക്കെ, അവിടെ കുറച്ച് ഗുണ്ടകൾ താമസിക്കണമല്ലോ. ആ ഒരു ഗ്യാങ്ങിനെ മൊത്തത്തിൽ അങ്ങ് നീ തീർത്തോളാം കേട്ടാ. നീ തീർത്തോളാം, നീ നേരെ എന്റെ സിറ്റിയിലോട്ട് വാ കേട്ടാ. എന്നാ ഞാൻ നിനക്ക് ഹൾക്കിന്റെ സ്യൂട്ട് തരാടാ. ആടാ ശരിയാടാ. ഓക്കെ ഗൈസ്, ഇത് നല്ലൊരു അടിപൊളി ചാൻസ് ആണ് കേട്ടോ. ഓക്കെ, ജെയിംസായിട്ട് ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇയാൾ എന്തെങ്കിലും ചെയ്യട്ടെ. ഓക്കെ, നമുക്കിപ്പോൾ തന്നെ നേരെ എന്നാലും ഓടിപ്പോകാം ഗൈസ്. ഓക്കെ, ടൈം വേസ്റ്റ് ചെയ്യാനായിട്ടില്ല ഗൈസ്. ഓക്കെ, നമുക്കിപ്പോൾ തന്നെ ആ ഒരു മിഷനുകളൊക്കെ നൈസായിട്ടങ്ങ് ചെയ്യാം ഗൈസ്. ഓക്കെ, നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ കുറച്ച് ശത്രുതയുള്ള കുറച്ച് ഗ്യാങ് നമ്മുടെ സിറ്റിയിലുണ്ടെന്ന്. ഓക്കെ, അവന്മാരുടെ ഹോണ്ടഡ് ആയിട്ടുള്ള ഹൗസിൽ താമസിക്കുകയാണ്. ഓക്കെ, എന്നാൽ പിന്നെ അവന്മാരെ തീർത്തിളങ്ങിട്ട് തന്നെ കാര്യം ഗൈസ്. എന്നാൽ നമുക്ക് നമ്മുടെ ഫ്രാങ്ക്ലിൻ നമുക്ക് ഹൾക്കിൻ്റെ സ്യൂട്ട് തരും ഗൈസ്. അതിപ്പോൾ ഏതായാലും അടിപൊളിയാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മളെന്തായാലും ഇല്ല ഒരു ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു ഹൗസിലാണൊക്കെ എത്തിയ കേട്ടോ. ഓക്കെ, ഇവിടെയാണ് ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലിന് ശത്രുതയുള്ള ഏതോ ഗുണ്ടകളൊക്കെ താമസിക്കുന്ന ചേട്ടോ. ഒരു ഗുണ്ടയല്ലേ. ഓക്കെ, വലിയൊരു ഗ്യാങ്ങിന് ഇവിടെ ഉണ്ടെന്നാണ് അവൻ പറഞ്ഞത് ചേട്ടോ. ഓക്കെ, ഈ ഒരു മിഷൻ മൊത്തം നമുക്ക് ചെയ്ത് കൊടുത്താലല്ലേ അവൻ നമുക്കില്ലേ ഒരു ഇതുങ്ങളൊക്കെ തരും ഗൈസ്. ഏത് നമ്മുടെ മറ്റേത് ഹൾക്കിൻ്റെ സ്യൂട്ടുകളൊക്കെ തരും കേട്ടോ. ഓക്കെ, നമ്മുടെ പിന്നെ കയ്യിലാണെങ്കിൽ ഒരു ബേസ്ബോൾ ബാറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇത് വെച്ച് അവന്മാരെ അങ്ങ് അടിച്ച് തീർക്കുക ഗൈസ്. ഓക്കെ, നമ്മളിനെ എപ്പോഴും ഗണ്ണിട്ടാണ് കൊല്ലണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു വെറൈറ്റി പിടിക്കാം കേട്ടോ. ഓക്കെ, അവന്മാർ മിക്കവാറും മേളിലുണ്ടായിരിക്കും ഗൈസ്. ഓക്കെ, നമുക്കപ്പോൾ നേരെ മേളിലോട്ട് എന്തായാലും പോകാം കേട്ടോ. ഓക്കെ, മേളിലവന്മാർ ഉണ്ടെങ്കിൽ അവന്മാരെ അടിച്ച് തീർത്തിട്ട് കാര്യം ഗൈസ്. ഓക്കെ, നമുക്കപ്പോൾ നേരെ എന്തായാലും ഇല്ല ഇങ്ങോട്ട് എന്തായാലും പോകാം ഗൈസ്. ഇവിടെ മിക്കവാറും അവന്മാർ ഉണ്ടായിരിക്കും. ഗൈസ്, ഞാൻ പറഞ്ഞാലും ശരിയാണ് കേട്ടോ. ഓക്കെ, ഇവിടെ അവന്മാർ നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ വേറെ ഒരുത്തം നിൽപ്പുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ കുറേ ഗുണ്ടകൾ നിൽപ്പുണ്ട് കേട്ടോ. നീ ആരോടാ? നീ എന്തടാ നമ്മുടെ സിറ്റിയിൽ നമ്മുടെ സ്ഥലത്ത് വന്നേക്കണേ? ആരാ സിറ്റി? ഇത് എൻ്റെ സിറ്റിയാണ് കേട്ടാ. നിനക്ക് ഈ സിറ്റിയിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ. ഓക്കെ, എൻ്റെ ഫ്രാങ്ക്ലിനെയൊക്കെ തൊടാൻ നിനക്ക് അത്രയ്ക്ക് ധൈര്യമല്ലോ. ഓക്കെ, ഈ ഒരു മിഷൻ ഞാൻ അവന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവനാണ് ഇതിന് പകരം എനിക്ക് നല്ല അടിപൊളി സാധനങ്ങൾ തരാം കേട്ടാ. നിന്നെ എല്ലായിടത്തിനും ഒന്ന് തീർത്തോളാം. നിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ആവോടാ. ചാവട അങ്ങോട്ട് ചാവട. നീ എന്നെ അടിക്കാറാ കേട്ടോ. നിനക്ക് നമ്മളെ ഒന്നും അറിഞ്ഞൂടാ കേട്ടാ. നമ്മളൊക്കെ ഭയങ്കര പവർഫുള്ളാണ് കേട്ടാ. ശരി, പവർഫുള്ളാണെങ്കിൽ പിന്നെ എന്തിനാടാ നീക്ക് എൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കണ? നീ എൻ്റെ ഗ്യാങ്ങിനെ മൊത്തം അടിച്ച് തീർത്തല്ലേ. ഞാൻ ആരാണെന്ന് നിനക്കറിയണം കേട്ടാ. നീ ആരാണോ ആരെങ്കിലും അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ഇന്നാ പിടിച്ചോ. ഓക്കെ, ഇതെന്താ ഇവൻ ചാവാത്ത? ഓക്കെ, ഇന്നാ പിടിച്ചോണ്ടോ. ഒറ്റ അടിക്കാൻ അവൻ തീർന്നു ഗൈസ്. ഓക്കെ, എന്തൊക്കെയായിരുന്നു വലിയ ഗ്യാങ്ങിൻ്റെ ലീഡർ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ താണ്ട തറയെ കിടക്കണേ. ഓക്കെ, അങ്ങനെ ഫ്രാങ്ക്ലിന് ശത്രുതയുള്ള ആ ഒരു ഗ്യാങ്ങിനെ നമ്മൾ മൊത്തത്തിൽ എന്തെങ്കിലും തീർത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനിയെങ്കിലും അവൻ നമുക്ക് മറ്റേ തരുമായിരിക്കും ഗൈസ്. ഏത് ഹൾക്കിൻ്റെ ഒരു സ്യൂട്ട് തരുമായിരിക്കും കേട്ടോ. ഓക്കെ, അതിനായിട്ട് നമുക്ക് എന്തായാലും അവൻ്റെ സിറ്റിയിലോട്ട് എന്തായാലും പോകണം കേട്ടോ. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും നമ്മുടെ ഹണ്ടർ ഇവിടെ. ഓക്കെ, നമ്മുടെ ഹണ്ടർ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കപ്പോൾ ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് നേരെ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ആ ഒരു സിറ്റിയിലോട്ട് നമുക്ക് എന്തായാലും പോകാം ഗൈസ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മളെന്തായാലും ഇല്ല നമ്മുടെ സിറ്റിയിൽ നിന്ന് ഓടിച്ച് നമ്മളെന്തായാലും ഫൈനലി നമ്മുടെ ഇന്ത്യൻ ബൈ ഡ്രൈവ് 3D സിറ്റിയിലോട്ട് എത്തി കേട്ടോ. അതായത് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ സിറ്റിയിലോട്ട് എത്തി ഗൈസ്. ഓക്കെ, നമ്മുടെ ഹണ്ടറിൻ്റെ പെട്രോൾ പകുതി അടിച്ച് നിന്ന് ഗൈസ്. ഓക്കെ,
അതായത് പകുതി ഒഴിച്ച് അവിടെ അതിൻ്റെ പെട്രോൾ തീർന്നു ഓക്കെ. അതുകൊണ്ട് തന്നെ എൻ്റെ തൊട്ടടുത്തൊരു പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു ഓക്കെ. അവിടെ നിന്ന് ഞാൻ നൈസായിട്ട് ഈ ഒരു വണ്ടി അങ്ങ് അടിച്ചാറ്റി കേട്ടോക്കെ. ഇത് പിന്നെ യമഹയുടെ R15 ആണ്, നൈസ് വണ്ടിയാണ് കേട്ടോക്കെ. വഴിയിൽ നിന്ന് അടിച്ചു മാറ്റിയ വണ്ടിയാണ് കേട്ടോ, അല്ലാതെ ഇങ്ങോട്ട് വരാൻ വേറെ വണ്ടിയില്ല ഓക്കെ. നമ്മുടെ ഹണ്ടറിൻ്റെ പെട്രോൾ തീർന്നു ഓക്കെ. നമുക്കപ്പോൾ ഇതിവിടെ പാർക്ക് ചെയ്യാം കേസ് ഓക്കെ. നമ്മുടെ ഫ്രാങ്ക്ലിൻ അകത്തുണ്ടായിരിക്കും കേസ് ഓക്കെ. നമുക്കെന്തായാലും അവൻ്റെ കൂടെ കാര്യങ്ങൾ ചോദിച്ച് നമുക്കെന്തായാലും അവൻ്റെ ഒരു ഹൾക്കിൻ്റെ ഒരു സ്യൂട്ടുകളൊക്കെ നൈസായിട്ട് അങ്ങ് മേടിക്കാം കേസ് ഓക്കെ. ജാക്കി നീ വന്നല്ലേടാ ജാക്കിയെ? ഓക്കേടാ ജാക്കിയെ. അപ്പൊ എന്താ നിനക്കുള്ള ഗിഫ്റ്റ് എന്താണ് വെളിയിൽ നമുക്ക് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. അതായത് നമ്മുടെ ഹൾക്കിന്റെ സ്യൂട്ടില്ലേ, അത് ഞാൻ വെളിയിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. എടാ ജാക്കിയെ, നീ ആ ഒരു സ്യൂട്ട് പോയി എടുത്തിട്ടോടാ. താങ്ക്യൂടാ ഫ്രാങ്ക്ലിനെ, താങ്ക്യൂടാ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടാ. പക്ഷെ നിനക്കില്ലേ സ്യൂട്ട് തരണതിന് മുമ്പ് നീ വേറൊരു കാര്യം കൂടെ ചെയ്യണം കേട്ടാ. ഇനിയും മിഷൻസ് ചെയ്യണോ? അത് മിഷൻസ് ഒന്നുമില്ല, അത് നമ്മുടെ പിള്ളേർ ചെയ്തോളൂ. ഏത് പിള്ളേര്? എടാ നമ്മുടെ ഓഡിയൻസ്. ഓ എനിക്ക് മനസ്സിലായി, ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് അല്ലേ? ആടാ ജാക്കി, അത് ഞാൻ തന്നെ പറയാം കേട്ടാ. ആടാ നീ തന്നെ പറഞ്ഞോടാ ഫ്രാങ്ക്ലിനെ. ഓക്കെ ഗൈസ്, അപ്പൊ ഈ ഒരു വീഡിയോ ആരെങ്കിലും കണ്ടോണ്ടിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തോണ്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോണ്ട് ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ വീഡിയോസ് ആണ് അപ്പോഴും നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ ഇടുന്നത് എനേബിൾ ആവുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാം സെറ്റ് അല്ലേ? അപ്പൊ നീ പോയി ആ ഹൾക്കിന്റെ സ്യൂട്ട് എടുത്തോ. ഓക്കെ, ഇവിടെ ഇപ്പൊ നമ്മളെന്തായാലും ഫ്രാങ്ക്ലിനൊക്കെ നമുക്ക് തന്ന ഒരു ഹൾക്കിന്റെ ഒരു സ്യൂട്ടുകളൊക്കെ നമ്മളെന്തായാലും എടുത്തേക്കാണ് കേട്ടോ. എൻ്റെ മോന് വേറെ ലെവലായിട്ട് ഇതൊരു പവർഫുൾ സ്യൂട്ടാണ്. എൻ്റെ പോലെ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീട് ഇങ്ങനെയാണ് നമ്മൾ മൊത്തം ഇടിച്ച് പൊട്ടിക്കുമല്ലോ ഇതൊക്കെ. ഭാഗ്യം കേസ് നമുക്ക് കണ്ടില്ല ഇതൊക്കെ. എന്തായാലും ഇത് കൊള്ളാം കേട്ടോ, നമ്മൾ വിചാരിച്ച പോലെ നല്ലൊരു സ്യൂട്ടാണ് കേട്ടോ നമുക്ക് ഫ്രാങ്ക്ലിൻ തന്നൊക്കെ. ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു ഹൾക്കിൻ്റെ സ്യൂട്ട് മാത്രമാണ്, പക്ഷേ ഇതൊരു പവർഫുൾ സ്യൂട്ടാണ് ഓക്കെ. നമുക്ക് ആരെങ്കിലൊന്ന് ഇടിച്ചു നോക്കാം കേസ്, അവർക്ക് എന്ത് പറ്റുമെന്ന് എനിക്ക് അറിയണം കേസ് ഓക്കെ. നമുക്കൊരാളെ ഇടിച്ചു നോക്കാം കേസ്. എന്താണ് ഇയാളെ ഇടിക്കാൻ പറ്റാത്തതൊക്കെ? ഇന്ന് ചേച്ചി ഒന്ന് ഇടിക്കും. എൻ്റെ പോലെ ആ ചേച്ചി ഇവിടെ, ആ ചേച്ചി കാണാനില്ലല്ലോ. പക്ഷെ എൻ്റെ മോന് ഇതാ കിടക്കണേ. ഓ, ഈ ചേച്ചി നമ്മൾ അടിച്ച സമയത്ത് അവരെ ബോധം പോയിട്ട്, അത് മാത്രമല്ല അവരാണെങ്കിൽ അപ്പുറത്തെ പറമ്പിൽ പോയി കേസ് ഓക്കെ. ഇവിടെ വേറൊരു ചേച്ചി ഇവിടെ പോകുന്നുണ്ട്, ഇവരെയും കൂടെ നമുക്ക് നൈസറങ്ങ് ഇടിക്കാം കേസ് ഓക്കെ. എവിടെ പോകും നോക്കി ഓക്കെ. ഇതാ ചേച്ചി പിടിച്ചോ. എൻ്റെ മോനെ, ആ ചേച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം കേട്ടാ. എന്തായാലും എനിക്ക് ഈ സ്യൂട്ട് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഓക്കെ. നമുക്കെന്തായാലും ഈ ഒരു സ്യൂട്ട് സേഫായിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി കേട്ടോ ഓക്കെ. നമുക്കെന്നിട്ട് നമ്മുടെ ജെയിംസ് ഏട്ടനെ കാണിക്കാം കേസ് ഓക്കെ. എന്തായാലും ഫ്രാങ്ക്ലിൻ തന്ന സ്യൂട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല സ്യൂട്ടാണ് ഓക്കെ.